നമസ്കാരം. 2024 ജനുവരി 17 വരെ ചില നക്ഷത്ര ജാതകർക്ക് വലിയ ഗുണാനുഭവങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. അതായത് ഈ നക്ഷത്ര ജാതകർക്ക് ഈ പുതുവർഷം വളരെയേറെ ഗുണാനുഭവങ്ങൾ നൽകും. ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ തുടക്കത്തിൽ തന്നെ ഇവർക്ക് സംഭവിക്കും. ജ്യോതിഷ ഫലം പരിശോധിച്ചാൽ തീർച്ചയായും ഞെട്ടിക്കുന്ന ഫലാനുഭവങ്ങളാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഒരുപാട് കഷ്ടതകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും സങ്കടത്തിലൂടെയും കടന്നുപോയിട്ടുള്ളതാണ് മേടൻ രാശിക്കാർ. മേടൻ രാശിയിലെ അശ്വതി, ഭരണി, കാർത്തിക എന്നീ 3 നക്ഷത്ര ജാതകർക്ക് കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് സങ്കടങ്ങളായിരുന്നു, ബുദ്ധിമുട്ടുകളായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവർക്ക് സമയം മാറാൻ പോകുകയാണ്. വരാനിരിക്കുന്ന 21 നാളുകൾ ഈ നക്ഷത്ര ജാതകർക്ക് ഏറെ ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പല രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇവരിൽ വന്നു ചേരുക. ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വലിയ ഉയർച്ച ഇവർക്ക് വന്നു ചേരും. 2024 ജനുവരി 17 വരെ ഇവർക്ക് ഭാഗ്യത്തിൻ്റെ സമയമാണ്. അതങ്ങോട്ട് കഴിയുമ്പോൾ ഇവരുടെ ജീവിതം മാറിമറിയും. മേടൻ രാശിക്കാർക്ക് മാത്രമല്ല, ചില നക്ഷത്ര ജാതകർക്ക് കൂടി ഈ ഒരു ഗുണാനുഭവം വന്നു ചേരും. അശ്വതി, ഭരണി, കാർത്തിക മാത്രമല്ല, ഈ പറയുന്ന നക്ഷത്ര ജാതകർക്കൊക്കെയും വലിയ വലിയ മാറ്റങ്ങളാണ് വന്നു ചേരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഡിസംബർ 25 ശുക്രൻ രാശി മാറി വൃശ്ചിക രാശിയിൽ പ്രവേശിച്ച വൃശ്ചിക രാശിയിൽ ശുക്രന്റെ വരവോടെ ചില രാശി ചിഹ്നങ്ങൾക്ക് ശുഭകരമായിട്ടുള്ള ഫലങ്ങൾ ലഭിച്ചു തുടങ്ങി. ചില രാശിക്കാർക്ക് ഇതിൻ്റെ ഗുണാനുഭവം വളരെ വലുതാണ്. ഒത്തിരി സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തിച്ചേരുന്നത്. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് സൗഭാഗ്യങ്ങൾ ഈ നക്ഷത്ര ജാതകർ കൊയ്യും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കും. ഇനി സൗഭാഗ്യത്തിൻ്റെ നേട്ടത്തിൻ്റെ സമയമാണ് ഈ നക്ഷത്ര ജാതകർക്ക്. 2024 ഏറ്റവും അധികം നേട്ടം കൊയ്യുന്നത് ഈ നക്ഷത്ര ജാതകർ തന്നെയാണ്. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ കഴിയും. അപ്പോൾ അശ്വതി, ഭരണി, കാർത്തിക ഇവർക്ക് പുറമേയുള്ള ഈ നക്ഷത്ര ജാതകരെ കൂടി നിങ്ങൾ അറിയണം. തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങളാണ്, വലിയ നേട്ടങ്ങളാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത്. ജീവിതത്തിലെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ എത്തിച്ചേരുന്നു. ആ നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ 3 നക്ഷത്ര ജാതകർ അശ്വതി, ഭരണി, കാർത്തിക എന്ന് പറഞ്ഞിരുന്നു. ഇവർക്കുണ്ടാകുന്ന നേട്ടങ്ങൾ, അതായത് 2024 ജനുവരി 17 വരെ ഇവർക്ക് ധനലാഭമാണ് കാണുന്നത്. അപ്രതീക്ഷിതമായി പല രീതിയിൽ ധനം ഇവർക്ക് വന്നു ചേരും. ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലഘട്ടങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ പോകും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും. അതായത് 2024 വൻ ഭാഗ്യങ്ങൾ നേടുന്ന നക്ഷത്ര ജാതകരിൽ മുൻപന്തിയിൽ അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്ര ജാതകർ ഉണ്ടാകും. ഇവർക്ക് ഭാഗ്യമാണ്. ഒരുപാട് നേട്ടത്തിലേക്കാണ് ഇവർ എത്തുന്നത്. വലിയ നേട്ടമാണ്, വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യാനുഭവങ്ങൾ കേട്ടാൽ ഇവർ പോലും ഞെട്ടിപ്പോകും. അപ്പോൾ അടുത്ത നക്ഷത്ര ജാതകർ ഒരുപാട് ഭാഗ്യം വന്നു ചേരുന്ന കുംഭക്കൂറിലെ അവിട്ടം, ചതയം, പുരുരുട്ടാതി ഇവർക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ്. ക്ലേശകരമായിട്ടുള്ള ഒരുപാട് നാളുകളായിരുന്നു ഇവരുടെ മുന്നിൽ. ഇനി ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് ജീവിത വിജയം നേടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയും. 2024 ഇവരുടെ സമയമാണ്. അതായത് ജനുവരി മാസം തന്നെ ഇതിൻ്റെ ഒരു ഗുണാനുഭവങ്ങൾ ഇവർക്ക് കിട്ടിത്തുടങ്ങും. ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം ഈ നക്ഷത്ര ജാതകർ. അവിട്ടവും ചതയവും പൂരുരുട്ടാതി നക്ഷത്ര ജാതകർ കുംഭക്കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവമായ സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ അർച്ചന നടത്തുക, കഴിയുമെങ്കിൽ ബഗ്ലാമുഖി അർച്ചന നടത്തുക. അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യത്തിലേക്ക് പോകും. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ്. നിങ്ങൾക്ക് ജ്യോതിഷ ഉപദേശങ്ങൾ ആവശ്യമാണ് എങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. മറുപടി മുൻഗണന അനുസരിച്ച് തരുന്നതാണ്. തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും, ഉറപ്പാണ്. അപ്പോൾ അവിട്ടത്തിനും ചതയത്തിനും പൂരുരുട്ടാതി എന്നീ നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യം വരെയാണ് വന്നു ചേരാൻ പോകുന്നത്.
ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അകന്ന് ഒരുപാട് സൗഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ ഇവർക്ക് നേടിയെടുക്കുവാൻ കഴിയും. മകൻ നക്ഷത്ര ജാതകർക്കും പൂരം നക്ഷത്ര ജാതകർക്കും ഉത്രം നക്ഷത്ര ജാതകർക്കും ഇനി പറയുന്ന നാളുകൾ വളരെയേറെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞതായിരിക്കും. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ എത്തും. 2024 ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യങ്ങൾ തേടി വരുന്ന സമയമായിരിക്കും. അതായത് നേട്ടങ്ങളുടെ കാലം തുറക്കപ്പെടും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ കഴിയും. പരിഹാരങ്ങൾ കൃത്യമായി ചെയ്യണം. ഞാൻ ഈ പറയുന്ന പരിഹാരങ്ങളൊക്കെ കൃത്യമായി ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ദുഃഖമുണ്ടെങ്കിലും, ഇപ്പോൾ അനുഭവിക്കുന്ന ഏത് സങ്കടമുണ്ടെങ്കിലും ആ സങ്കടങ്ങളൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടും, ഉറപ്പായും മാറിക്കിട്ടും. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. മാസത്തിൽ ഒരു തവണ വീതം ഗണപതി ഹോമം നടത്തുക. അവിടെ നവഗ്രഹ പ്രതിഷ്ഠയുണ്ടെങ്കിൽ നവഗ്രഹ പൂജ കൂടി നടത്തുക. ഭാഗ്യത്തിലേക്കാണ്, നേട്ടത്തിലേക്കാണ് കടക്കുന്നത്. ജീവിതത്തിലെ എല്ലാ ക്ലേശകരമായിട്ടുള്ള സമയവും നിങ്ങളുടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും, ഉറപ്പായും കഴിയും. അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് പോകുന്നത്. അതുപോലെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ കൂവളമാല അർപ്പിച്ച് പ്രാർത്ഥിക്കുക, ധാര കൂടി നടത്തുക. ഏതായാലും ഇനി നിങ്ങളെ സംബന്ധിച്ച് ജെറ്റ് പോലെ കുതിക്കാൻ കഴിയുന്ന സമയമാണ്. വരുന്ന നാളുകൾ ഇനി ഭാഗ്യത്തിൻ്റെതാണ്, നേട്ടത്തിൻ്റെതാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ്. അതുപോലെ തന്നെ കർക്കിടകക്കൂറിലെ പുണർതം, പൂയം, ആയില്യം എന്നീ നക്ഷത്ര ജാതകർ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും. നേട്ടങ്ങളുടെ കാലം, ഭാഗ്യങ്ങളുടെ കാലം. ജീവിതത്തിൽ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. ജീവിതത്തിലെ ദുർഘടമായിട്ടുള്ള സമയങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ നാളുകളാണ്. ഒത്തിരി വിജയമാണ്, ഒത്തിരി നേട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതൊക്കെ നേടിയെടുക്കുവാൻ കഴിയും. ആസൂത്രണം ചെയ്ത പദ്ധതികളിൽ മാറ്റം വരുത്തും. അതായത് ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങളൊരു മാറ്റം വരുത്തി ഉത്തരവാദിത്തമുള്ള പുതിയ ചുമതലകളൊക്കെ ഏറ്റെടുത്ത് അതുവഴി നിങ്ങൾ ഒരുപാട് രക്ഷപ്പെടുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ധനാഗമനമുണ്ടാക്കുവാനുള്ള പുതുവഴികൾ നിങ്ങളിൽ തുറക്കപ്പെടും. ഈ നക്ഷത്ര ജാതകർ തീർച്ചയായും അയ്യപ്പന് നീരാഞ്ജനം, അതുപോലെ നെയ്ത്തേങ്ങ സമർപ്പണം, ശനിയാഴ്ച വ്രതാനുഷ്ഠാനം, ദക്ഷിണമൂർത്തിക്ക് നെയ്വിളക്ക്, കുലദേവതാ പ്രീതിക്ക് വിളക്ക്, കടുംപായസം എന്നിവ സമർപ്പിക്കണം, പ്രാർത്ഥിക്കണം. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഈ ഒരു സമയം കൊണ്ട് സാധ്യമാകും. അത്രയേറെ നല്ല സമയത്തിലേക്കും ഭാഗ്യത്തിലേക്കുമാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. ജീവിതം മാറുന്ന സമയമാണ്, അത് ഓർമ്മ വേണം. അപ്പോൾ തീർച്ചയായും ചെയ്യേണ്ടതായ വഴിപാടുകൾ ആ മുറയ്ക്ക് തന്നെ നടത്തുക. തീർച്ചയായും വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി, ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും, പൂജകൾ ചെയ്യും. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. വലിയ ഭാഗ്യമാണ്, വലിയ നേട്ടമാണ്, വലിയ ഉയർച്ചയാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. അത് വലിയ മാറ്റത്തിലേക്ക് പോകണം. വലിയ ജീവിത വിജയങ്ങൾ നിങ്ങൾ നേടിയെടുക്കണം. തീർച്ചയായും അതിന് നിങ്ങൾക്ക് സാധ്യമാകും. അങ്ങനെ സാധ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.